ആമേൻ ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, റോമ 11:16, ധാന്യമാവിൽ നിന്ന് ആദ്യഫലമായി സമർപ്പിക്കപ്പെട്ടത് പരിശുദ്ധമെങ്കിൽ അത് മുഴുവൻ പരിശുദ്ധമാണ്. വേര് പരിശുദ്ധമെങ്കിൽ ശാഖകളും അങ്ങനെ തന്നെ. വേര് പരിശുദ്ധമെങ്കിൽ അടിവേര്, അടിസ്ഥാനം, ആദ്യത്തെ സ്പന്ദനം, ആദ്യ നിമിഷങ്ങൾ, ആഗം, ഉള്ളു പരിശുദ്ധമെങ്കിൽ പുറമേ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും അലയൊലികൾ വിശുദ്ധമായിരിക്കും. സ്നേഹിച്ചുകൊള്ളൂ, പിന്നെ എന്തും ചെയ്തുകൊള്ളൂ എന്ന് അഗസ്ത്യൻ പറഞ്ഞില്ലേ. അകത്ത് സ്നേഹവും അടിസ്ഥാനത്തിൽ ബന്ധവും ആത്മാവിൽ കൃപയും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ പിന്നെ എന്നാ വേണേൽ കാണിച്ചു കൂട്ടിയോ. തുള്ളിയാലും മറിഞ്ഞാലും ചാടിയാലും ചിരിച്ചാലും ആനന്ദിച്ചാലും വാരി വിതറിയാലും എല്ലാം പരിശുദ്ധമായിരിക്കും. നമ്മുടെ ഏറ്റവും വലിയ ഭാരം അകം, വേര്, അടിസ്ഥാനം പരിശുദ്ധമല്ലാത്തതുകൊണ്ട് കാട്ടിക്കൂട്ടലായി പോകുന്നു. അകം പരിശുദ്ധമെങ്കിൽ, ഉള്ളുകൊണ്ട് ദൈവമേ എന്നൊരു വിളിയോടുകൂടിയാണ് ആരംഭമെങ്കിൽ, അടിസ്ഥാനം പരിശുദ്ധമെങ്കിൽ, വേര് പരിശുദ്ധമെങ്കിൽ, നീ എന്ത് വേണേൽ കാട്ടിക്കൂട്ടിക്കോ, എല്ലാം പരിശുദ്ധമായിരിക്കും. നിന്റെ ശാഖകളിൽ നിന്നും സുഗന്ധമഞ്ഞ് പെയ്യാത്തതിൻ്റെ കാരണം വേര് പരിശുദ്ധമല്ല. അകത്തൊരു അഴിച്ചിലുണ്ട്, അകത്തൊരു ചീച്ചിലുണ്ട്, അകത്തൊരു ഭാരമുണ്ട്, അഴുക്കുണ്ട്. വേര് ചെയ്യുകയാണ്. ശാഖയിൽ പിന്നെ പളുങ്ക് പാത്രം തൂങ്ങിക്കിടക്കണമെന്ന് വാശി പിടിച്ചാലോ, പവിഴം പ്രസവിക്കണമെന്ന് വാശി പിടിച്ചാലോ, വേര് പരിശുദ്ധമാകാത്തത് കൊണ്ട് ശാഖകളും അശുദ്ധി വിതയ്ക്കുകയാണ്. നമ്മുടെ വേരിനെ വിശുദ്ധമാക്കാൻ എളിമപ്പെടാം. നീ വേരിനെ കഴുകിയാൽ നിന്റെ താര് നിന്റെ തൈത്തണ്ടിലൂടെ നിന്റെ ശാഖകളിലേക്ക് പവിഴമഴ പെയ്യ്ക്കും. ആമേൻ ആമേൻ ആമേൻ.